അന്ന് ഭൂമിയുടെ കരഭാഗം ഭരിച്ചിരുന്നത് അതിശക്തരായ വന്യജീവികളായിരുന്നു. കടൽ ഭരിച്ചിരുന്നത് തിമിംഗലങ്ങളും സ്രാവുകളും മറ്റ് ഭീകര മത്സ്യങ്ങളുമായിരുന്നു. ആകാശം ഭരിച്ചിരുന്നത് കഴുകനും പരുന്തും മറ്റ് പക്ഷികളുമായിരുന്നു. മനുഷ്യൻ എന്ന ഇരുകാലി ജീവി തീർച്ചയായും അന്നുണ്ടായിരുന്നു. മരത്തിൽ കയറി പഴങ്ങൾ കഴിക്കുക, പുഴു, ഒച്ച്, തവള എന്നിവയെ തേടി ഭക്ഷിക്കുക എന്നതൊക്കെയായിരുന്നു അവരുടെ ജീവിത രീതി. ഇതൊക്കെ കൊണ്ടുതന്നെ മറ്റ് വന്യജീവികൾ അവരെ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രവുമല്ല, മനുഷ്യർ ഭയം കാരണം വന്യജീവികളുടെ കൺമുന്നിൽ പോലും വരില്ലായിരുന്നു. ഇന്ന് കാര്യങ്ങളുടെ സ്ഥിതി അടിമുടി മാറിയിരിക്കുകയാണ്. ഒന്നിനും കഴിയാതിരുന്ന വളരെ ദുർബലരായിരുന്ന ആ ഇരുകാലി ജീവികൾ ഇന്ന് ഭൂമി ഭരിക്കുകയാണ്. അവർക്ക് റോഡുകൾ പണിയുന്നതിനായി കാട് വെട്ടിത്തെളിക്കുമ്പോൾ ചോദ്യം ചെയ്യുവാൻ ഒരു വന്യജീവിയും വരില്ല. പുഴ മുറിച്ച് ഡാം പണിയുന്നത് ചോദ്യം ചെയ്യുവാൻ ഒരു സ്രാവും വരില്ല. ആകാശത്തേക്ക് മലിനീകരണ വായു തള്ളിവിടുന്നത് ചോദ്യം ചെയ്യുവാൻ ഒരു കഴുകനും വരില്ല. ചുരുക്കി പറഞ്ഞാൽ, ആ ഇരുകാലി ജീവികളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് മറ്റു വന്യജീവികളുടെ ഇന്നത്തെ ജീവിതം. താരതമ്യേന ദുർബലമായ ആ ഇരുകാലി ജീവികൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അവരുടെ ശരീരമല്ല എന്നുറപ്പാണ്. പിന്നെ എന്താണ്? തലച്ചോറിന്റെ 75% ജലത്താൽ നിർമ്മിതമാണ്. ഇതിനർത്ഥം ജലത്തിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് 2% പോലും കുറഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ്. ഡീഹൈഡ്രേഷൻ, സോഡിയം, ഇലക്ട്രോലൈറ്റ് എന്നിവയുടെ നഷ്ടം മെമ്മറിയിലും ശ്രദ്ധയിലും തീവ്രമായ മാറ്റങ്ങൾക്ക് കാരണമാകും. അവ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഒരു കാരണവശാലും കുറയ്ക്കാതെ ശ്രദ്ധിക്കുക. മനുഷ്യ മസ്തിഷ്കത്തിൽ ഏകദേശം 100 ബില്യൺ ന്യൂറോണുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മിൽക്കി വേയിലെ നക്ഷത്രങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ്. ഈ ന്യൂറോണുകൾ ട്രില്യൺ കണക്കിന് കണക്ഷനുകളാൽ അല്ലെങ്കിൽ സിനാപ്സുകളാൽ ബന്ധിച്ചിരിക്കുന്നു. ശാസ്ത്രജ്ഞർ ഇതിനെ ന്യൂറോൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. മനുഷ്യൻ കാണുന്നതിനോ ചിന്തിക്കുന്നതിനോ ചെയ്യുന്നതിനോ ഉള്ള വിവരങ്ങൾ തലച്ചോറിലെ ഈ ന്യൂറോണുകൾക്കിടയിൽ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ തലച്ചോർ ഒരു റാൻഡം തോട്ട് ജനറേറ്ററാണ്. 2005 നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ മനുഷ്യരുടെ ദൈനംദിന ചിന്തകളെക്കുറിച്ചുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഒരു ശരാശരി വ്യക്തിയുടെ തലച്ചോറിൽ പ്രതിദിനം 12,000 മുതൽ 60,000 വരെ ചിന്തകൾ ജനിക്കുന്നുണ്ട്. അവയിൽ 95% തലേ ദിവസത്തെ അതേ ആവർത്തന ചിന്തകളാണ്. ഏകദേശം 80% നെഗറ്റീവ് ചിന്തകളാണ്. വ്യായാമം ശരീരത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അധികമാരും അറിയാത്ത ഒരു കാര്യമാണ് തലച്ചോറിന്റെ വ്യായാമം. എയ്റോബിക് വ്യായാമം നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വർദ്ധിച്ച ശ്വസനം നിങ്ങളുടെ രക്തപ്രവാഹത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ പമ്പ് ചെയ്യുന്നതിനാൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ ചില ഭാഗങ്ങളിൽ ന്യൂറോജെനസിസിലേക്കോ അല്ലെങ്കിൽ ന്യൂറോണുകളുടെ ഉൽപ്പാദനത്തിലേക്കോ നയിക്കുന്നു. അത് ഓർമ്മയെയും ചിന്തയെയും നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ വളരെ സങ്കീർണമായ ഒരു ഭാഗമാണ് മസ്തിഷ്കം. ഒരു അവയവത്തിലൂടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ആ ഒരു അവയവത്തിലൂടെയാണ് നിങ്ങൾ ഈ ലോകത്തെ കാണുന്നത്. ആ ഒരു അവയവത്തിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എന്നാൽ ഈ അവയവത്തെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ പറ്റുമോ? ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഒരു ചിത്രം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തലച്ചോറിൽ ഉയർന്ന ആ ആദ്യ ചിന്ത എന്താണ്? ഇതൊരു ചുവപ്പും നീലയും നിറങ്ങളുടെ പാറ്റേൺ ആണ് എന്നതിന് പകരം നിങ്ങളുടെ തലച്ചോറിൽ പണ്ട് കയറിയ ഒരു രാജ്യത്തിന്റെ പതാക എന്ന മെമ്മറിയിലൂടെയാണ് നിങ്ങൾ ഈ ചിത്രം കാണുന്നത്. അത് നിങ്ങളുടെ തലച്ചോറിനകത്തെ മെമ്മറി മാത്രമാണ്.
ആ ഒരു ചിന്തയിലൂടെയാണ് നിങ്ങൾ ഈ വസ്തുവിനെ കാണുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വസ്തുവിനെ ആ വസ്തുവായിട്ടല്ല കാണുന്നത്. പകരം നിങ്ങളുടെ അനുഭവങ്ങളിലെ ചിന്തകളെയാണ് നിങ്ങൾ അതിലൂടെ കാണുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തെ കാണുന്നതും. ഈ യഥാർത്ഥ ലോകത്തെ യഥാർത്ഥമായി നിങ്ങൾക്കൊരിക്കലും കാണുവാൻ കഴിയുകയില്ല. പകരം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ തന്നെ ചിന്തകളാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വന്യമായി തോന്നാമെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ചുറ്റുമുള്ള വസ്തുക്കളെ നോക്കുക, ചുറ്റുമുള്ള ലോകത്തെ നോക്കുക.